മക്കളെ, ഈ അത്ഭുത പ്രാർത്ഥന നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് പരിശുദ്ധ അമ്മ മാതാവ് നിങ്ങളെ സ്വന്തം മക്കളായിട്ട് തിരഞ്ഞെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളും ചാനലിൽ കയറി ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്തും ഇന്ന് വൈകിട്ട് 7:30 അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ അതീവ ഭക്തിയോടുകൂടെ പങ്കുചേരുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾ അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീരുന്നത്. ഈ പ്രാർത്ഥന നിങ്ങൾ മുഴുവനായിട്ട് പങ്കുചേരുകയും ചെയ്യണം. മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കണം, എന്തെല്ലാം ആവശ്യങ്ങൾ നടക്കണം, നിങ്ങൾ അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണം, നിങ്ങളുടെ വേദനകളെല്ലാം മാറണം. അതിനു വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മ മാതാവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളെ സ്വന്തം മക്കളായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അനേകം മക്കളാണ് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീർന്നുകൊണ്ട് എല്ലാ ദിവസവും ഈ ചാനലിലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ലൈവിൽ പങ്കെടുക്കുകയും അവരുടെ ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്നത്. അസാധ്യമെന്ന് കരുതുന്ന അനേകം അത്ഭുതങ്ങളാണ് പരിശുദ്ധ അമ്മ മാതാവ് ഈ മക്കളുടെ ജീവിതത്തിൽ നടത്തുന്നത്. അതിനാൽ തന്നെ മക്കളെ, ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരുമ്പോൾ ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് പരിശുദ്ധ അമ്മ മാതാവ് അത്തരത്തിൽ അനേകം അത്ഭുതങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നടത്തുവാനായിട്ടാണ്. അതിനാൽ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളും ലൈവിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. ചാനലിൽ കയറി ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്ത് ഇന്ന് വൈകിട്ടുള്ള ലൈവിൽ നിങ്ങൾ പങ്കുചേരുക. അതുപോലെ തന്നെ ഈ പ്രാർത്ഥന മുഴുവനായിട്ട് പങ്കുചേർന്നതിന് ശേഷം ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടലുണ്ടാകുന്നതാണ്. അമ്മ മാതാവിൻ്റെ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരുമ്പോൾ അതേ ഭക്തിയോടുകൂടെ തന്നെ പങ്കുചേരണം. നിങ്ങളുടെ ആവശ്യങ്ങൾ കമൻ്റായിട്ടിടണം. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഈ മുഴുവൻ മക്കളെയും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മേ മാതാവേ, ഈ മക്കൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളാണ്. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ മക്കളുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിശുദ്ധ അമ്മ മാതാവ് എടുത്ത് നീക്കണമേ. ഈ മക്കളെ അമ്മ മാതാവ് പൂർണ്ണമായിട്ടും എല്ലാ തരത്തിലുള്ള വിഷമതകളിൽ നിന്നും പരിശുദ്ധ അമ്മ മാതാവ് എടുത്ത് നീക്കണമേ. ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. അമ്മേ മാതാവേ, ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, ഈ മക്കളെ അമ്മ മാതാവ് തിരഞ്ഞെടുത്തു. ഈ മക്കളുടെ ജീവിതത്തിൽ അമ്മ മാതാവിന് അനേകം അത്ഭുതങ്ങൾ നടത്തണം. ഈ മക്കൾ ആഗ്രഹിക്കുന്ന ജീവിതം പരിശുദ്ധ അമ്മ മാതാവിന് ഈ മക്കളിൽ നടത്തണം. അതിനായിട്ട് അമ്മ മാതാവ് ഈ മക്കളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് നന്ദി പറയുവാണ്. ഈ മക്കളെ പരിശുദ്ധ അമ്മ മാതാവ് സ്വീകരിച്ചതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവ് വെളിപ്പെടുത്തി പറയുന്ന കാര്യമാണ് മക്കളെ. അമ്മയോടൊപ്പം ചേർന്ന് നിൽക്കുക. അതുപോലെ തന്നെ അമ്മ മാതാവെ, സാമ്പത്തിക സ്ഥിതിയിൽ ഈ മക്കൾ അനുഭവിക്കുന്ന എല്ലാ വേദനകളും സാമ്പത്തികപരമായിട്ട് എത്രത്തോളം തകർന്നു നിൽക്കുന്നതാണോ അതെല്ലാം പരിശുദ്ധ അമ്മ മാതാവ് എടുത്ത് നീക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവെ, ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. ഇവരുടെ കടബാധ്യത എത്രത്തോളം കടബാധ്യതയിലൂടെയാണോ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ കടന്നു പോകുന്നത് അതെല്ലാം പൂർണ്ണമായിട്ടും എടുത്ത് നീക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. അമ്മ മാതാവ് അനേകം മക്കളെ അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീർന്ന എല്ലാ മക്കളുടെയും കാര്യത്തിലും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സാമ്പത്തിക ഇടപെടലുണ്ടാകുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മക്കളുടെ കടബാധ്യതകൾ പൂർണ്ണമായിട്ടും എടുത്തു നീക്കുവാൻ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, ജപ്തി വക്കിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മേ മാതാവേ, ഇവരുടെ ജപ്തി വക്കിലൂടെ കടന്നു പോകുന്ന സാഹചര്യം പൂർണ്ണമായിട്ടും എടുത്തു നീക്കുവാൻ പരിശുദ്ധ അമ്മയുടെ ഇടപെടലുണ്ടാകണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ ഇനി ഒരു കാലത്തും ഒരു കടബാധ്യതയിലൂടെയും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയും കടന്നു പോകാതിരിക്കുവാൻ പരിശുദ്ധ അമ്മ മാതാവ് എപ്പോഴും ഈ മക്കളോട് കൂടെ ചേർന്ന് നിൽക്കണമേ. ഈ മക്കളെ അമ്മ മാതാവ് എപ്പോഴും സമ്പന്നത്തിലേക്ക് ഓരോ പടി ഉയർത്തിക്കൊണ്ട് പോകണമേ. അമ്മേ മാതാവ്, ഈ മക്കളെ ചേർത്ത് പിടിക്കണമേ. അമ്മ മാതാവെ, മക്കളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മേ മാതാവേ, ജോലിയില്ലാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ മക്കൾക്ക് ജോലി ലഭിക്കുവാനായിട്ടുള്ള പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. ഈ മക്കൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി ലഭിക്കുവാൻ പരിശുദ്ധ അമ്മേ മാതാവേ, ഈ മക്കളിൽ കനിയണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, ഈ മക്കൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളെ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആ സ്ഥലങ്ങളിൽ ഈ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടോ ഈ മക്കൾക്ക് ഒരു രീതിയിലുള്ള വിഷമതകളോ ഉണ്ടാവാതിരിക്കുവാൻ പരിശുദ്ധ അമ്മേ മാതാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. ഈ മക്കൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സാലറി ഈ മക്കൾക്ക് ലഭിക്കുവാനോ അല്ലെങ്കിൽ കമ്പനി മാറുവാനോ ഈ മക്കൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടലാൽ നടക്കുവാൻ പരിശുദ്ധ അമ്മ മാതാവെ, ഈ മക്കളെ അനുഗ്രഹിക്കണമേ. അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളും ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പരിശുദ്ധ അമ്മേ മാതാവേ, അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടലുണ്ടാകണമേ. ഗവൺമെൻറ് ജോലി ആ മക്കൾക്ക് ലഭിക്കുവാൻ പരിശുദ്ധ അമ്മ മാതാവ് ഈ മക്കളിൽ കനിയണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്, വിസയ്ക്ക് വേണ്ടിയിട്ട്, ടിക്കറ്റിന് വേണ്ടിയിട്ട് എല്ലാം വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കളെ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, എത്ര വർഷങ്ങൾക്ക് ശേഷമോ എത്ര ദിവസങ്ങൾക്ക് ശേഷമോ എത്ര മാസങ്ങൾക്ക് ശേഷമോ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് ആ മക്കളെ അമ്മ മാതാവ് ആ സമയത്ത് ചേർത്ത് പിടിക്കണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഈ മക്കളെല്ലാവരെയും സ്വന്തം മക്കളായിട്ട് തിരഞ്ഞെടുക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, ഈ മക്കളെ അനുഗ്രഹിക്കണമേ. അമ്മ മാതാവ് വെളിപ്പെടുത്തിയതനുസരിച്ച് ഈ മക്കൾ അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീർന്നുകൊണ്ട് അമ്മയിലൂടെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, ഈ ചാനലിലെ പ്രാർത്ഥനയ്ക്കെല്ലാം ആവശ്യങ്ങൾ കമൻ്റായിട്ടിടുന്ന മക്കളുടെ ആവശ്യങ്ങൾ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആ ആവശ്യങ്ങളിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ മാതാവ് മക്കളെ ചേർത്ത് പിടിക്കണമേ. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനാ വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന മക്കളെ
അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. അവരുടെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും പരിശുദ്ധ അമ്മേ മാതാവേ അവരെ എടുത്തു നീക്കണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പരിശുദ്ധ അമ്മേ മാതാവേ ഇവരുടെ രോഗ സാഹചര്യങ്ങളിൽ ഈ മക്കൾ നേരിടുന്ന വേദനകൾ പരിശുദ്ധ അമ്മേ മാതാവേ അതെടുത്ത് നീക്കിക്കൊണ്ട് അതുപോലെ തന്നെ അവരെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടെ തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ ശാരീരികപരമായിട്ടോ ഏതെങ്കിലും തരത്തിൽ ജന്മന ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ട് മാറുവാനായിട്ട് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. അമ്മേ മാതാവേ ഈ മക്കളെ ചേർത്ത് പിടിക്കണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ ഈ മക്കൾ പ്രാർത്ഥിക്കുന്ന ഏതൊരു കാര്യമാണോ ആ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നടക്കുവാൻ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. സ്വന്തമായിട്ട് ഭവനമില്ലാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പരിശുദ്ധ അമ്മേ മാതാവേ സ്വന്തമായിട്ട് ഭവനം ലഭിക്കുവാൻ ആ ഭവനം ലഭിക്കുന്ന സാഹചര്യം പരിശുദ്ധ അമ്മ മാതാവ് ഒരുക്കണമേ. മക്കളില്ലാത്ത ദമ്പതികൾക്ക് മക്കൾ നൽകുവാനായിട്ട് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. വിവാഹം നടക്കാത്ത മക്കൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ട് വിവാഹം നടക്കുവാൻ തീരുമാനിച്ചിരിക്കുന്ന മക്കൾ അവരമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ അത്തരത്തിൽ മക്കൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവരെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. അവരുടെ ആ ജീവിത സാഹചര്യം പൂർണ്ണമായിട്ടും ഏറ്റെടുത്തുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ആ ചടങ്ങ് നടക്കുവാൻ പരിശുദ്ധ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ കുടുംബങ്ങളെ ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക ബന്ധനങ്ങൾ ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് നീക്കണമേ. സാമ്പത്തികപരമായിട്ട് ഈ മക്കളെ ഉന്നതിയിലേക്ക് ഉയർത്തണമേ. സന്തോഷം സമാധാനവും ഈ മക്കളുടെ ഭവനത്തിൽ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മ മാതാവ് ഈ മക്കളുടെ ഭവനത്തിലേക്ക് ഇറങ്ങി ചെല്ലണമേ. അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. ഈ മക്കളെ അമ്മ മാതാവ് അനുഗ്രഹിച്ചുകൊണ്ട് ചേർത്ത് പിടിക്കുന്നതിനോർത്ത് നന്ദി പറയുവാണ്. ഈ മക്കളെ പൂർണ്ണമായിട്ടും ഏറ്റെടുത്തതിനെ ഓർത്ത് നന്ദി പറയുവാണ്. എത്രയോ വലിയ സ്നേഹമാണിത്, എത്രയോ വലിയ കരുതലാണിത്. അമ്മയോട് കൂടെ ചേർന്ന് നിൽക്കുക മക്കളെ. ജീവിതം പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മയിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അമ്മയിലൂടെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും മക്കളെ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും പരിശുദ്ധ അമ്മ മാതാവ് നിങ്ങളെ വിടുവിക്കുന്നു. അമ്മയോടൊപ്പം ചേർന്ന് നിൽക്കുക. പരിശുദ്ധ അമ്മ മാതാവ് നിങ്ങളെ സ്വന്തം മക്കളായിട്ട് തിരഞ്ഞെടുത്തത് നിങ്ങൾ അമ്മ മാതാവിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുക. പരിശുദ്ധ അമ്മ മാതാവ് ഏറ്റെടുത്തിരിക്കുകയാണ് മക്കളെ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നുണ്ട് മക്കളെ. അമ്മയോടൊപ്പം ചേർന്ന് നിൽക്കുക മക്കളെ. അമ്മ മാതാവ് നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ വിഷമതകളും എടുത്തു നീക്കുന്നു മക്കളെ. അമ്മയോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ അനേകം അത്ഭുതങ്ങൾ പരിശുദ്ധ അമ്മ മാതാവ് നടത്തും. അമ്മ മാതാവ് നടത്തുക തന്നെ ചെയ്യുന്നുണ്ട്. അമ്മേ മാതാവ് ഇപ്പോൾ ഈ മക്കൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ആവശ്യം അമ്മയുടെ പക്കലേക്ക് എത്തിക്കൊണ്ട് അതിൽ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ ഇപ്പോൾ ഈ മക്കൾ സമർപ്പിച്ചിരിക്കുന്ന ആവശ്യം അമ്മയുടെ പക്കലേക്ക് എത്തിയിരിക്കുകയാണ്. അമ്മേ മാതാവ് ഈ മക്കളുടെ കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. ഈ മക്കൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ വേദനകളും എല്ലാ ബുദ്ധിമുട്ടുകളും പരിശുദ്ധ അമ്മ മാതാവ് എടുത്ത് നീക്കിക്കൊണ്ട് ഈ മക്കളെ അമ്മ മാതാവ് സുരക്ഷിതമാക്കണമേ, സംരക്ഷിക്കണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ ഇവർ യാത്ര ചെയ്യുന്ന വേളകളിൽ ഒരു തരത്തിലുള്ള അപകടമോ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഈ മക്കൾക്കുണ്ടാവാതിരിക്കുവാൻ പരിശുദ്ധ അമ്മേ മാതാവേ ഇടപെടലുണ്ടാകണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ ഒരു രീതിയിലുള്ള ആക്രമണങ്ങളും ഈ മക്കളുടെ മേലുണ്ടാവാതിരിക്കുവാൻ അമ്മ മാതാവ് കാത്തോളണമേ. ഈ ഒരു സമയത്ത് പരിശുദ്ധ അമ്മേ മാതാവേ ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും ഈ മക്കളെ അമ്മ മാതാവ് വിടുവിക്കണമേ. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കണമേ. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടലും പ്രത്യേക കരുതലും ഈ മക്കളുടെ കാര്യത്തിലുണ്ടാവണമേ. ഈ മക്കൾ പ്രാർത്ഥിച്ച എല്ലാ ആവശ്യങ്ങളും അമ്മ മാതാവ് നടത്തി കൊടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ മക്കളെ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങളുടെ ആവശ്യങ്ങൾ കമൻറ്റായിട്ട് ഇടുകയും മറ്റു മക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ ചാനലിൽ കയറി ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്ത് അമ്മ മാതാവിൻ്റെ ഇന്ന് വൈകിട്ടുള്ള ലൈവിൽ നിങ്ങൾ പങ്കുചേരുകയും ചെയ്യാം. പരിശുദ്ധ അമ്മ മാതാവ് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മക്കളെ ഇന്ന് രാത്രി 12 മണി മുതൽ നാളെ രാവിലെ 6 മണി വരെ ചരലിൽ മുട്ടുകുത്തിക്കൊണ്ട് രാത്രി മുഴുവൻ അമ്മ മാതാവിനോടുള്ള പ്രത്യേക പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി നടത്തുന്നുണ്ട്. അത് ലൈവിൽ ജോയിൻ ചെയ്ത് ഇന്നത്തെ ലൈവിൽ പങ്കെടുത്ത് ആവശ്യങ്ങൾ അമ്മ മാതാവിനോട് നേരിട്ട് സമർപ്പിക്കുന്ന ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രാർത്ഥന നടത്തുന്നത്. അതിനാൽ തന്നെ എല്ലാവരും ഇന്നത്തെ ലൈവിൽ പങ്കെടുത്ത് ആവശ്യങ്ങൾ സമർപ്പിക്കണം.